ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളൊന്ന് പുറത്തേക്ക് വന്നിട്ടോ, ഒന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് കേക്കിൻ്റെ തിന്ന് കണ്ട് അങ്ങനെ ഒരു കേക്കൊക്കെ വാങ്ങി അത് കംപ്ലീറ്റ് കഴിച്ചില്ല കേട്ടോ. ഫുഡ് കഴിക്കാൻ കഴിയില്ലല്ലോ, അപ്പോൾ ഒരു പീസൊക്കെ ടേസ്റ്റൊക്കെ നോക്കി മാറ്റി വെച്ചതാണ്. ഞങ്ങൾ ഓർഡർ ചെയ്ത് വന്ന് നോലുമ്പ് കഴിയാനുള്ള ക്ഷമ ഇല്ല കേട്ടോ ഞങ്ങൾക്ക് രണ്ടാൾക്കും. ഞാൻ കണ്ടുവച്ച പീസാണ് അവ എടുത്തത്, വേറെ ഒന്നല്ല. അവൻ ചോദിച്ച് വാങ്ങിയ ചെസ്റ്റ് പീസാണ് കേട്ടോ അത് അവ എടുത്തത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, നോലുമ്പ് സമയത്ത് തുടങ്ങിയതാണ്. അങ്ങനെ അവൻ മടക്കി പോയി വന്നതിന് ശേഷം ഫസ്റ്റ് ടൈം നോലുമ്പ് മുറിച്ച്. വീട്ടിൽ ഇതുവരെ നോലുമ്പും കാര്യങ്ങളൊന്നും മുറിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ പുറത്തിറങ്ങി നൈസായിട്ട് നോലുമ്പ് മുറിച്ച്. അവന് ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് ഹെൽമെറ്റ് ഇല്ല, നല്ല വെയിൽ. അപ്പോൾ ഷാളിട്ട് മൂടുക എന്നല്ലാതെ വേറെ ഒരു വഴിയില്ല. അങ്ങനെ ഷാളിട്ടൊക്കെ മൂടി നേരെ വീട്ടിലെത്തിയപ്പോൾ കാശിമോൻ ചേച്ചീൻ്റെ അടുത്താണ്. ആൾ നല്ല കളിയിലാട്ടോ, പശുക്കുട്ടീനെയൊക്കെ കണ്ട് നല്ല കളിയിലാണ് കേട്ടോ. കാശിമോന് നല്ല പേടിയുണ്ട് കേട്ടോ. കാലി കടിച്ചോ, കാലി കടിച്ചോ. കാല് കടിച്ചോട്ടെ കാശിന്റെ. കാശിന് കൊടുക്കട്ടെ. അങ്ങനെ വല്യമ്മേൻ്റെയും മോൻ്റെയും കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി ആയിട്ടോ. കാശിമോൻ നല്ല കളിയിലാണ്. അവൻ നീങ്ങി എൻ്റെ അടുത്തേക്ക് വരും കേട്ടോ. ടി വിയിൽ പരസ്യം കണ്ടാൽ പിന്നെ അവൻ അതും നോക്കിയിരിക്കും. തുമ്പിമോൾ അവൻ്റെ കൂടെ കളിക്കുകയാണ്. ടി വിയിൽ പരസ്യം ഒരുവിധം കഴിഞ്ഞാലാണ് ആളിങ്ങോട്ട് തിരിയുള്ളൂ. അങ്ങനെ പരസ്യമൊക്കെ കഴിഞ്ഞ് കാശിമോൻ എൻ്റെ അടുത്തേക്ക് വരും കേട്ടോ. ഇപ്പോൾ മോൻ ചാറ്റയൊക്കെ തന്ന് മെല്ലെ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ്റെ പരസ്യം കാര്യങ്ങളൊക്കെ കണ്ട് നീങ്ങി വരികയാണ്. ആൾ പിടിച്ച് നിൽക്കാനൊക്കെ മാക്സിമം നോക്കുന്നുണ്ട്, പക്ഷേ ആൾക്ക് നല്ല പേടിയാണ്. അതിൻ്റെ ഇടയിൽ പരസ്യം കണ്ടാലും അവിടെ സ്റ്റക്കായി പിന്നെയും ടി വി ഒക്കെ നോക്കി അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ എൻ്റെ അടുത്തേക്ക് നീങ്ങി എത്തണത്. കണ്ടോ, ചാടി വരുന്ന മാതിരി ആൾ എൻ്റെ അടുത്ത് എത്തിയിട്ട് എങ്ങനെയെങ്കിലും അവനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ എടുക്കാതെ അവനെ കുറച്ചേരം ഒന്ന് റൗണ്ട് അടിക്കേണ്ടാക്കുക. നല്ല മടിയാണ്, പേടിയാണ്. അപ്പോൾ അവൻ കുറച്ചേരം നീങ്ങി വരട്ടെ. അങ്ങനെ ഇവിടെ ഈ സൈഡിൽ എൻ്റെ അടുത്ത് എത്തിയിട്ടോ. അവൻ വരുന്ന കാണുമ്പോൾ അവനെ വേഗം എടുക്കാൻ തോന്നും, പക്ഷേ അങ്ങനെ എടുത്താൽ ശരിയാവില്ല. അങ്ങനെ അതുകൊണ്ടാണ് അവൻ എല്ലാ കാര്യത്തിലും ഇങ്ങനെ സ്ലോ ആയിപ്പോയത്. ഞാൻ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരട്ടെ. പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവനെ കുറച്ച് നേരമായില്ലേ റൗണ്ട് എടുപ്പിക്കണം. അപ്പോൾ അതിൻ്റെ ദേഷ്യം കാര്യങ്ങളൊക്കെ കാശിമോനുണ്ട് കേട്ടോ. അവൻ്റെ കാല് മടങ്ങിപ്പോയി, ആ ഒരു സങ്കടമാണ്. അങ്ങനെ അവൻ്റെ കാലും കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുത്ത് അപ്പോഴാണ് തുമ്പിമ്പോൾ ഞങ്ങൾ പുറത്ത് പോയി മന്തി കഴിച്ച് വിവരം. അങ്ങനെ മാമനെ വിളിച്ച് അവൾ സിറ്റ് ഔട്ടിൽ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവൻ മന്തി കൊണ്ടുവന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ മന്തിയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ നേരെ ടാട്ടൻ്റെ അവിടേക്കാണ് കേട്ടോ പോയത്. വീട്ടിൽ നോൺ വെജ് നോലുമ്പായതുകൊണ്ട് കയറ്റില്ല. അങ്ങനെ ടാട്ടൻ്റെ വീട്ടിലൊക്കെ പോയി ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. മന്തി കിട്ടിയപ്പോൾ മക്കളൊക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ. കാശിമോന് മന്തിയിലേക്ക് നോക്കണമെങ്കിലും കാശിമോന് ഉപ്പുമാവാണ് കൊടുക്കണത്. അവനെ നൈസായിട്ട് പറ്റിച്ച് കാശിമോനെ കൂട്ടി ഞങ്ങൾ കിടക്കാൻ കേട്ടോ. കാശിമോനെ നെറ്റിന് ചെറിയ മുറി കണ്ടില്ലേ, അവൻ ഒരു ഇൻ്റർലോക്കിൽ ചെറുതായിട്ടൊന്ന് വീണു. അതിൻ്റെ അടയാളം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ബൈ. അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം.